ഗായ്സ്, ഞാൻ ഇബ്രാൻ കാണാൻ വേണ്ടി പോവാണ്. സോ ഇന്ന് 27th ആണ്, റിലീസ് ഡേ ആണ്. ആൻഡ് ഞാൻ ഇതിൻ്റെ ട്രെയിലറോ അത് ടീസറോ പ്രൊമോഷൻ സോങ്ങോ അവരുടെ പ്രൊമോഷൻസോ ഒന്നും ഇത് കണ്ടിട്ടില്ല. ബിക്കോസ് ആ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി. സോ അവിടെ ചെന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ, അതിനകത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ. സോ ലെറ്റ്സ് ഗോ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഗൈസ്, എമ്പുരാൻ കണ്ട് ഹോസ്റ്റലിലോട്ട് വന്നിരിക്കുകയാണ്. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹോളിവുഡ്, ബോളിവുഡ്, അതുപോലെ ഒരു മോളിവുഡ് സിനിമ ഒരുമിച്ച് കണ്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഇൻ്റർനാഷണൽ സ്റ്റഫാണ്. ഓരോ വിഷ്വൽസും അതിനെടുത്തിരിക്കുന്ന എഫേർട്ടും കണ്ടറിയാം. ഞാൻ അധികം സ്പോയിലറിലോട്ട് പോകുന്നില്ല, കണ്ടാലറിയാം. കൊടുത്തിരിക്കുന്ന ആ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും സൗണ്ട് ഡിസൈനിനെ പറ്റി പറയാനില്ല. നല്ലൊരു തിയേറ്ററിന് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററിൽ പോയി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നല്ലൊരു ഒരു പ്രത്യേകപരമായിട്ടുള്ളൊരു ആ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ ഒരു പവറുണ്ട്. അതേപോലെ തന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഫീൽ ഓഫ് മൂവി ആയിരുന്നു. ഇടയ്ക്കൊന്ന് ഫ്ലാറ്റ് ആകുന്നുണ്ട്, പിന്നെ ഒരു റൈസ് വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്കൊന്ന് ഫ്ലാറ്റ് ആകുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാഫിന് ഒരു തുടക്കത്തിലുള്ള ഒരു തിരിച്ചു വരവുണ്ട് ആ സിനിമയ്ക്ക്. ഫസ്റ്റ് ഹാഫ് മോശമെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു തിരിച്ചു വരവുണ്ട്. ഫസ്റ്റ് ഹാഫ് ഇറ്റ്സ് എ ഹോളിവുഡ് ലെവൽ ഓഫ് മേക്കിംഗ്. ആ മേക്കിങ്ങിനാണ് ഫസ്റ്റ് ഹാഫ് കുറച്ചും കൂടെ ഒരു എംഫസിസ് കൊടുത്ത പോലെ. ആ ഒരു ഹോളിവുഡ് ലെവൽ ഓഫ്, ഞാൻ പറയുന്നില്ല എന്താണ്, ഓഫ് മേക്കിംഗ് ഇങ്ങനെ പറയാം. ഹോളിവുഡ് ലെവൽ ഓഫ് മേക്കിംഗ്, ആ ഒരു റിച്ച് സോഴ്സ് ഓഫ് വിഷ്വൽസ്, ഒരു റിച്ച് ഫിലിം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഭയങ്കര റിച്ച് ആണ്. മലയാളം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്ന ഇത്രയും റിച്ചായിട്ടുള്ളൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും റിച്ചായിരുന്നു. അത്രയും ഒരു ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. പിന്നെ ഖുറേഷിയുടെ സിനിമയാണ് ഇത്. ഖുറേഷിയുടെ സിനിമയാണ്, അതാണ് എല്ലാവരും മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഖുറേഷിയുടെ സിനിമയാണ്. അതേപോലെ തന്നെ ഇത് മസൂദിൻ്റെ സിനിമയാണ്. അത് നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യണം. അത് കണ്ട് നമ്മൾ സിനിമയ്ക്ക് പോകണം. അത് തിരിച്ചറിഞ്ഞ് സിനിമയ്ക്ക് പോകണം. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലാകും. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് റിച്ചസ്റ്റ് മൂവി ഇൻ മലയാളം അല്ലെങ്കിൽ ഇൻ ഇന്ത്യ ഷൂട്ട് എന്ന് എനിക്ക് പറയാം. ഒരു ഹോളിവുഡ് ലെവൽ ഓഫ് ആക്ഷൻ സീക്വൻസസ്, അതെല്ലാം കൂടെ പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു പാട്ട് സീനുണ്ട്. യു വിൽ ബ്രിങ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ ദാറ്റ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ പോയി കാണരുത്. അറ്റ്ലീസ്റ്റ് സ്കോപ്പ് റേഷ്യോ സിനിമയിൽ കാണും. കാരണം സ്കോപ്പ് റേഷ്യോ ആയിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് ബ്ലാക്ക് ബാർസ് കാണാം. ഫ്ലാറ്റ് റേഷ്യോ ആണെങ്കിൽ അതിലും കൂടും. സോ മേക്ക് ഷുവർ ദാറ്റ് നമ്മളൊരു വലിയൊരു സ്ക്രീനുള്ള ഒരു തിയേറ്ററിൽ പോകുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഐ എൻജോയ്ഡ് ദ മൂവി. ലാലേട്ടൻ്റെ ഒരു കരിസ്മ പിന്നെ തിരിച്ചു കാണാനായിട്ട് പറ്റിയ ആക്ഷൻ സീക്വൻസസ് തിരിച്ചു കാണാൻ പറ്റും. കുറച്ച് നെഗറ്റീവായിട്ട് പറയാനാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജില്ലയൊക്കെ കയറി വരുന്ന പോലെ ഒരു ഫീല് നമുക്ക് വരാം. പേഴ്സണൽ ഒപ്പീനിയൻസാണ്, അതുപോലെ വരാം. സോ അത് മാത്രം ഒന്ന് ദ മൂവി ഈസ് ഗുഡ്. ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞ ഒരു ആക്ഷൻ നിറഞ്ഞ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിറഞ്ഞ ഒരു സിനിമ. മെസ്മറൈസിങ് സിനിമാറ്റോഗ്രാഫി.